ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ലൈബ്രറി ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്കറിയോ? 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളുള്ള ഈ ലൈബ്രറി ഏതെങ്കിലും കോടീശ്വരൻ ദാനം ചെയ്തതൊന്നുമല്ല കേട്ടോ. ഒരു സാധാരണ ബസ് കണ്ടക്ടർ ഉണ്ടാക്കിയതാണ്. നമുക്കതിൻ്റെ കഥ ഒന്ന് കേട്ടോ. അങ്കേ ഗൗഡ എന്നുള്ള കർണാടകക്കാരനാണ് ഇതിന് പിന്നിൽ. പുള്ളി ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഒരു ഷുഗർ ഫാക്ടറിയിൽ ടൈം കീപ്പറായിട്ടും വർക്ക് ചെയ്തു. പുള്ളിക്ക് ബുക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ ആൾക്കാർ വലിച്ചെറിയുന്ന പുസ്തകങ്ങൾ, കീറിയ പുസ്തകങ്ങൾ, ഇതെല്ലാം പുള്ളി കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 30 കൊല്ലം കൊണ്ട് പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ കളക്ട് ചെയ്തു. ഇത് കൂടാതെ തൻ്റെ സാലറിയുടെ ഏകദേശം 80% പെൻഷൻ്റെ ഭൂരിഭാഗവും തൻ്റെ വീട് വരെ വിറ്റിട്ടും അദ്ദേഹം പുസ്തകങ്ങൾ കളക്ട് ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ പബ്ലിക് ലൈബ്രറി പുസ്തകമന അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. പുസ്തകമനയിൽ 20 ലക്ഷത്തോളം പുസ്തകങ്ങൾ 20 വിവിധ ഭാഷകളിലായിട്ട് അവൈലബിൾ ആണ്. ഈ പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് ID കാർഡോ പൈസയോ ഒന്നും വേണ്ട. ആർക്കും എപ്പോഴും കടന്നു ചെന്ന് വായിക്കാം. 1800കളിൽ പ്രിന്റ് ചെയ്ത ന്യൂസ് പേപ്പർ മുതൽ മൈസൂർ ഡൈനാസ്റ്റിയിലെ അപൂർവമായിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾ വരെ ഒരുപാട് തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ഈ പുസ്തകമനയിൽ അവൈലബിൾ ആണ്. എഴുത്തുകാർ, സിവിൽ സർവീസ് ആസ്പിരൻസ്, ജഡ്ജിമാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഫ്രീ ലൈബ്രറിയെ നിന്ന് ആശ്രയിക്കുന്നുണ്ട്. പുസ്തകങ്ങളെ അത്രമേ സ്നേഹിച്ച അങ്കേ ഗൗഡയ്ക്ക് തൻ്റെ വീട് വരെ വിൽക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് തൻ്റെ 75ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ പുസ്തകമനയിലാണ് താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം. പുസ്തകങ്ങളെ ലിറ്ററലി ജീവവായു പോലെ ശ്വസിച്ച ഒരാൾ. തൻ്റെ ജീവിതവും സമ്പാദ്യവും എല്ലാം ഹോമിച്ച് പുസ്തകങ്ങളെ ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമാക്കിയ അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളെ രാജ്യം കാണാതിരുന്നില്ല. 2026 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. നിങ്ങൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അങ്കേ ഗൗഡയുടെ ജീവിതം നിങ്ങളെ സ്പർശിക്കാതിരിക്കില്ല. തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് പുസ്തക സ്നേഹത്തിന് ഒരു പുതിയ അളവുകൾ നിർമ്മിക്കുകയാണ് അദ്ദേഹം ചെയ്തത്.